നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങളിൽ ഇൻട്രസ്റ്റ് ഉണ്ടോ? പുതിയ കാര്യങ്ങൾ തുടങ്ങാൻ വളരെ എക്സൈറ്റ്മെന്റ് തോന്നും. പക്ഷേ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞാൽ ഇൻട്രസ്റ്റ് കുറയുന്നു. അങ്ങനെ പലതവണ സംഭവിച്ചിട്ടുണ്ടോ? മുമ്പത്തെ വീഡിയോയിൽ നമ്മൾ സ്കാനർ പേഴ്സണാലിറ്റിയെക്കുറിച്ച് സംസാരിച്ചു. ഇന്ന് നോക്കാം സ്കാനർ ആളുകളിൽ സാധാരണ കാണുന്ന ചില സ്വഭാവങ്ങൾ. ഒന്നാമത്തെ സ്വഭാവം: പുതിയ കാര്യങ്ങൾ തുടങ്ങാൻ വളരെ ഇഷ്ടം. ഒരു പുതിയ ടോപ്പിക് കണ്ടാൽ ഉടനെ പഠിക്കണമെന്ന് തോന്നും. കോഴ്സസ് സെർച്ച് ചെയ്യും, വീഡിയോസ് കാണും, നോട്ട്സ് എടുക്കും. ആ തുടക്കത്തിലെ എക്സൈറ്റ്മെന്റ് വളരെ ശക്തമായിരിക്കും. രണ്ടാമത്തെ സ്വഭാവം: വേഗത്തിൽ ബേസിക്സ് മനസ്സിലാക്കും. ഒരു പുതിയ സബ്ജക്റ്റ് എടുത്താൽ മറ്റുള്ളവരെക്കാൾ വേഗത്തിൽ കോൺസെപ്റ്റ് പിടിക്കും. പക്ഷേ ബേസിക്സ് മനസ്സിലായാൽ അടുത്തതായി മറ്റൊരു പുതിയ വിഷയം അട്രാക്ട് ചെയ്യും. ഇത് ലേസിനെസ് അല്ല, ബ്രെയിനിന്റെ ക്യൂരിയോസിറ്റി പാറ്റേൺ ആണ്. മൂന്നാമത്തെ സ്വഭാവം: ഒരേ കരിയർ മാത്രം ജീവിതം മുഴുവൻ ഇമാജിൻ ചെയ്യാൻ ബുദ്ധിമുട്ട്. ചിലപ്പോൾ ക്രിയേറ്റീവ് ഫീൽഡ് ഇഷ്ടം, ചിലപ്പോൾ ടെക്നിക്കൽ ഫീൽഡ്, ചിലപ്പോൾ ടീച്ചിംഗ്, ചിലപ്പോൾ ബിസിനസ്. ഒരു വഴിയിൽ മാത്രം അടഞ്ഞു നിൽക്കണം എന്ന ആശയം അൺകംഫർട്ടബിളായി തോന്നും. നാലാമത്തെ സ്വഭാവം: മറ്റുള്ളവർ സീരിയസ് അല്ലെന്ന് പറയുന്നത് കേൾക്കേണ്ടിവരും. ഒന്നിൽ ഫോക്കസ് ചെയ്യൂ, ഒരു കാര്യം ഫിനിഷ് ചെയ്യൂ, ഇത്ര ചേഞ്ച് ചെയ്യണ്ട. ഇത് പല സ്കാനർ ആളുകളും കേട്ടിട്ടുണ്ടാകും. അതിനാൽ തന്നെ തങ്ങൾക്കൊന്നും കൺസിസ്റ്റൻസി ഇല്ല എന്ന തോന്നലുണ്ടാകാം. അഞ്ചാമത്തെ സ്വഭാവം: ക്യൂരിയോസിറ്റി വളരെ ഡീപ്പായിരിക്കും. ഒരു ടോപ്പിക് ഇഷ്ടമായാൽ സർഫസ് നോളജ് മതിയാവില്ല. ഹിസ്റ്ററി അറിയണം, ബാക്ക്ഗ്രൗണ്ട് അറിയണം, എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നറിയണം. എക്സ്പ്ലോർ ചെയ്യാനുള്ള ആഗ്രഹം വളരെ ശക്തമായിരിക്കും. ഈ സ്വഭാവങ്ങളിൽ പലതും നിങ്ങളെ ഡിസ്ക്രൈബ് ചെയ്യുന്നതാണെങ്കിൽ നിങ്ങൾക്ക് സ്കാനർ പേഴ്സണാലിറ്റി ഉണ്ടാകാം. ഇതൊരു ഡയഗ്നോസിസ് അല്ല, പക്ഷേ ഒരു തിങ്കിംഗ് പാറ്റേൺ ആണ്. ഇത് മനസ്സിലാക്കുന്നത് സ്വയം മനസ്സിലാക്കാനുള്ള ആദ്യ സ്റ്റെപ്പാണ്. ഈ വീഡിയോ കേട്ടപ്പോൾ ഇത് തന്നെയാണ് ഞാൻ എന്ന് തോന്നിയെങ്കിൽ കമന്റിൽ സ്കാനർ എന്നെഴുതൂ. നമ്മൾ ഒറ്റയ്ക്കല്ല. സ്കാനർ ആളുകളുടെ ജീവിതം, കരിയർ, പഠനം ഇവയെല്ലാം കുറിച്ച് കൂടുതൽ അറിയാൻ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താൽപ്പര്യമുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ കമന്റ് ബോക്സിൽ അറിയിക്കുക. നിങ്ങളുടെ കമന്റുകൾ ചെറുതല്ലാത്ത മോട്ടിവേഷനാണ് എനിക്ക് നൽകുന്നത്.